ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഉയർന്ന തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പ്രകടമായിരുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിലുടനീളം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മറ്റ് നിക്ഷേപത്തിലായിരുന്നതിൻ്റെ ഒരു പ്രതിഫലനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തു. എങ്കിലും 25,000 എന്ന നിലവാരത്തിന് മുകളിൽ നിലവിൽ വ്യാപാരം നടക്കാത്തത് വരും ദിവസങ്ങളിലും വിപണിയിൽ നേരിയ തോതിലെങ്കിലും ലാഭമെടുക്കുകയോ വിൽപ്പന സമ്മർദ്ദവും ഉണ്ടായിരിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ രണ്ടാം തരം ചെറുകിട ഓഹരികളിൽ തുടർച്ചയായി മുന്നേറ്റം കാണിക്കുന്ന വിപണിയിൽ മുന്നേറ്റം തുടരുമെന്ന സൂചന തന്നെയാണ്. എങ്കിലും ആഗോള സാഹചര്യങ്ങളും ഒപ്പം തന്നെ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വരും ദിവസങ്ങളിലും വിപണിയുടെ നേട്ടത്തിൽ നിർണായകമായിരിക്കും. വളരെ ഉയർന്ന തോതിലെ കയറ്റങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ പ്രകടമാണ്. ഇന്നലെ ഈ ഒരു മാസത്തെ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ദിവസമായതുകൊണ്ട് അതിൻ്റെ ഒരു തോത് കൂടിയത് മാത്രം. എന്നാലും വരും ദിവസങ്ങളിലും അതിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാങ്കേതികമായി 25,500 എന്ന നിലവാരമായിരിക്കും മുൻനിര സൂചികയായി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ കടമ്പ. അത് മറികടന്ന് മുന്നേറുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി തുടർച്ചയായി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. മറിച്ചാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ തുടരുന്ന പോലെ 24,500, 25,700 എന്നുള്ള ഒരു നേരിയ നിലവാരത്തിൽ വ്യാപാരം നടന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ പ്രതിഫലിക്കാത്ത അല്ലെങ്കിൽ വിപണിയുടെ നേട്ടത്തിൽ പങ്കുകൊള്ളാത്ത മേഖലകളിലുള്ള ഒരു മുന്നേറ്റം, പ്രത്യേകിച്ചും IT മേഖലയിലുള്ള ഒരു മുന്നേറ്റമായിരിക്കും ഇനി വിപണിയുടെ മുന്നോട്ട് നീക്കത്തിൽ നിർണായകമായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വിപണിയുടെ നീക്കത്തിന് പ്രചോദനമായി പ്രവർത്തിക്കുക. ആ ഒരു മേഖലയിൽ കൂടുതൽ നിക്ഷേപ താല്പര്യം ഉണ്ടാകുന്നത് തീർച്ചയായും അത് വിപണിയുടെ മുന്നോട്ട് നീക്കത്തിൽ സഹായമാവുകയും ചെയ്യും. എന്തായാലും ഇന്നലത്തേതിനേക്കാൾ നേരിയ നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുന്നത്.